യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹപ്രദമായ വിധത്തിൽ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി. ഇതൊരു വലിയ കൂട്ടമല്ല, ഒരു വലിയ കൂട്ടായ്മയായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ദിവസവും ദൈവവചനം കേൾക്കുകയും ആ വചനം വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനുള്ളതൊക്കെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും. ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടാനുള്ളതൊക്കെയും ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ഈ ആലയത്തിൽ 10,000-ഓളം അതിലധികമായ നിയോഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, യുവതീ യുവാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, കുടുംബമായി ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിലപ്പെട്ട അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വിജയമുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവ പദ്ധതി പ്രകാരം ഏറ്റവും മനോഹരമായി തീരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കട്ടെ. പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂവിനായി ഒരുങ്ങുന്നവർ, വിവിധ യാത്രകൾക്കൊരുങ്ങുന്നവർ, വിദേശ പഠനത്തിനായി ഒരുങ്ങുന്നവർ, ഭാഷ പഠിക്കാൻ ഒരുങ്ങുന്നവർ, പഠന മേഖലയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർ, പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില കാര്യങ്ങളിൽ വളരെ വളരെ പ്രയാസം അനുഭവിക്കുന്നവർ, പകുതി വഴിക്ക് നിർത്തേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവർ, വർഷം പോകും, പൈസ പോകും, പല കാര്യങ്ങളെക്കുറിച്ചും ആകുലതയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മുന്നോട്ട് കുതിച്ചു പോകാനുള്ള അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ. ഈ സമയം തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി വെളിപ്പെടണമേ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നമുക്ക് ഈ വചനം ഈ പ്രാർത്ഥനയോട് ചേർന്ന് കേൾക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ദാനിയേൽ, ഈ വചനം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കാനിടയാകട്ടെ, മനസ്സിലാക്കാനിടവരട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം. ദാരിയൂസ് രാജാവിൻ്റെ കാലത്ത് ദാനിയേലിനെതിരെ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ദാരിയൂസ് രാജാവ്, ദാനിയേലിനെ ഇല്ലാതാക്കാൻ. 10-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. രേഖയിൽ മുദ്ര വച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി, സ്വന്തം വീട്ടിലേക്ക് പോയി. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. ജെറുസലേമിന് നേരെ തുറന്നു കിടന്ന ജനലുകൾ ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ, അപ്പോൾ നേരത്തെയും ചെയ്തിരുന്നൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അവൻ അവിടെ ദിവസേന, ഓരോ ദിവസവും, ഓരോ മാസത്തിലല്ല, ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. താൻ മുൻപ് ചെയ്ത പോലെ ദിവസത്തിൽ 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നമ്മളിപ്പോൾ ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയുകയും ചെയ്യാം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നന്ദി പറഞ്ഞിട്ട് എന്ത് പ്രത്യേകമായ ദൈവ കടാക്ഷമാണ്, കരുണയാണ് ലഭിച്ചത് എന്ന് വായിക്കാം. 22-ാമത്തെ വാക്യം, 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. തൻ്റെ മുമ്പിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എൻ്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വാ അടപ്പിച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. ഇനി 23-ാം വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട്
അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. എവിടെയാണ് കിടന്നത്? സിംഹക്കുഴിയിലാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രതിസന്ധിയിലല്ല. ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, വലിച്ചു കീറാൻ സാധ്യതയുള്ള സിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് ദാരിയൂസ് രാജാവ് തള്ളിയിട്ടത്, കുഴിയിലേക്കായിട്ടത്. പക്ഷേ കുഴിയിൽ നിന്ന് കയറുമ്പോൾ രാജാവ് നോക്കി, ആൾക്കെന്തേലും പറ്റിയോ? ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ഒരു വാക്യം കൂടിയുണ്ട്, 28-ാമത്തെ വാക്യം, അതും കൂടെ ചേർത്ത് വായിക്കണം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ച, നന്ദി പറഞ്ഞ ദാനിയേലിനെ തേടിയെത്തിയത്. 28-ാമത്തെ വാക്യം, ദാരിയൂസിൻ്റെയും പേർഷ്യക്കാരനായ സൈറസിൻ്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവം ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? ഐശ്വര്യത്തോടെ. എന്താണ് ഐശ്വര്യത്തോടെ ജീവിക്കാനുള്ള ഒരു കാരണം? ദിവസേന 3 പ്രാവശ്യം പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തതാണ് ഐശ്വര്യപൂർവ്വം ജീവിക്കാൻ ദൈവാനുഗ്രഹം ലഭിച്ചത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമാ എന്ന് ചിന്തിക്കുന്നൊക്കെ ഉണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അവരെവിടെയൊക്കെ പോയാലും, ഏതൊക്കെ സ്ഥലത്ത് പഠിച്ചാലും ജീവിച്ചാലും ഒക്കെ ഒരു പോറൽ പോലും ഏക്കാതെ മുന്നോട്ട് പോകാൻ, ഐശ്വര്യത്തോടെ ജീവിക്കാൻ. ഐശ്വര്യത്തോടെ എന്തർത്ഥമുള്ളൊരു വാക്കാണെന്നറിയാമോ? ഐശ്വര്യമുള്ള വീട്, ഐശ്വര്യമുള്ള ഭാവി, ഐശ്വര്യമുള്ള ജീവിതം, ഐശ്വര്യമുള്ള കാര്യങ്ങൾ. ഐശ്വര്യമുള്ള വീടാന്ന് നമ്മൾ പറയില്ലേ? ഐശ്വര്യമുള്ള സ്ഥലമാണ്, ഐശ്വര്യമുള്ളൊരു വണ്ടിയാണ്. ഐശ്വര്യം 3 പ്രാവശ്യം ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയെ തേടി വന്നത് ഒരു ഐശ്വര്യമാണ്. നിങ്ങളും പ്രാർത്ഥിക്കണം. യുവതിവാക്കൾ, കുഞ്ഞുങ്ങൾ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം ഐശ്വര്യമുള്ള ഒരു ജീവിതമാവും. പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ. പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, നിങ്ങളും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആരുടെയൊക്കെ പേരുകൾ, ആരുടെയൊക്കെ നിയോഗങ്ങൾ ഈ ആലയത്തിലുണ്ടോ? ഈ പുതിയ വർഷം ജനുവരി മാസം പ്രാർത്ഥിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണേലും നിങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പ്രാർത്ഥനയും വിലയുള്ളതാണ്. ഐശ്വര്യപൂർവ്വം ഒരു തലമുറ ജീവിക്കാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം, ഒരുമിച്ച് വചനം കേൾക്കണം. അത് അനേകർക്ക് അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും ഐശ്വര്യത്തിനൊക്കെ കാരണമാകും. കർത്താവേ, ഈ മാസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ, വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ അത്ഭുതകരം ഈ ജനത്തിൻ്റെ നേരെ, ഈ കുഞ്ഞുങ്ങളുടെ നേരെ, ഇവിടെ എഴുതിയിട്ട നിയോഗം, കൽക്കുരിശിൽ എഴുതി വച്ച് പ്രാർത്ഥിച്ച നിയോഗം, മുട്ടിലിഴഞ്ഞ് ധ്യാനച്ചാപ്പിൽ സമർപ്പിച്ച നിയോഗങ്ങൾ, സകലതിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ വിഷയത്തിലെല്ലാം അത്ഭുതം ഉണ്ടാകണമേ. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥന എഴുതി അയക്കാൻ കഴിയാതെ, വിളിച്ചു പറയാൻ കഴിയാതെ, അതൊന്ന് അറിയിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ കാണുമായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട്. ആ പ്രാർത്ഥന കേൾക്കുമോ, അറിയുമോ എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ സ്വർഗം കാണുന്നുണ്ട്, അതിനെ വിലയുള്ളതായി കാണുന്നുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല വിജയം ലഭിച്ചൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊരു നന്മയുണ്ടായി, അത് ദൈവനാമ മഹത്വത്തിനായൊരു സാക്ഷ്യത്തെ പറയാൻ ഇടവരുന്ന വിധത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം അനുഗ്രഹിക്കട്ടെ. പ്രവൃത്തികളിലെ പെരുമാറ്റം അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ നന്നായി പെരുമാറാൻ പഠിപ്പിക്കണം, നന്നായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വീട്ടിൽ വരുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. വീട്ടിലൊരാൾ വരുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയണം, സഹോദര അകത്ത് കയറിയിരിക്കുക, ഇപ്പോൾ വരും, ചായ എടുക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. സന്തോഷത്തോടെ, സൗമ്യതയോടെ, എളിമയോടെ പെരുമാറാൻ പഠിപ്പിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. വലിച്ചുവാരി ഭക്ഷണം കഴിക്കാതെ, അടുക്കും ചിട്ടയോടും വൃത്തിയോടും വേറൊരാൾക്ക് ഒരു വെറുപ്പോ വിഷമോ ഉണ്ടാകാത്ത വിധത്തിൽ നന്നായി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം. നന്നായി റൂമും കാര്യങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ പഠിപ്പിക്കണം.
ജീവിതത്തിൽ നാളെ ഒരു ഭാവി അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ഭാവി ഉണ്ടാകുമ്പോൾ അവിടെ ജീവിക്കാനുള്ളത് പഠിപ്പിക്കണം, പെരുമാറാൻ പഠിപ്പിക്കണം, പ്രവർത്തിക്കാൻ പഠിപ്പിക്കണം, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിപ്പിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, മറ്റുള്ളവരെ ആദരിക്കാൻ പഠിപ്പിക്കണം. അതെല്ലാം വ്യക്തിത്വത്തിൻ്റെ ചില ഗുണങ്ങളാണ്. നമുക്കതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. ഇന്ന് ഏതെങ്കിലും കാര്യത്തിന് ഒത്തിരി വേദനയോടെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ആ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. ആ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഐശ്വര്യമുണ്ടാകട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. സകലവിധ ദോഷങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. ഒരു ദോഷവും എനിക്ക് വരികയില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ സമീപിക്കുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും ഉണ്ടാകട്ടെ. സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. പ്രാർത്ഥന കൂടട്ടെ. ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച്, മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകൾ, ഈ ആലയത്തിലെ ശുശ്രൂഷകൾ ഒത്തിരി അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ ശുശ്രൂഷകളൊക്കെ ഒത്തിരി അനുഗ്രഹമായി മാറുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം ഇവിടെ വരുന്നവർ, പ്രിയപ്പെട്ടവരെ, ഒരു ടൂറായിട്ടോ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുകേട്ട് പോകാം എന്ന് വിചാരിച്ചല്ല. പ്രാർത്ഥിക്കാൻ വരണമെന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി തന്നെ വരിക. ഇവിടെ താമസിച്ച് ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നവർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി ഇവിടെ എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുവാണ്. ബുക്ക് ചെയ്ത ഒരാളാണെങ്കിൽ പോലും 1 മണിക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ സീറ്റ് ഉണ്ടാവുകയില്ല. നിങ്ങൾ പുറത്ത് റൂം എടുത്ത് താമസിക്കേണ്ടി വരും. കാരണം ധ്യാനം തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു നിശബ്ദതയിലും ചിട്ടയിലും മുന്നോട്ട് പോകുമ്പോഴാണ് ശുശ്രൂഷ വിജയിക്കുന്നത്, ശുശ്രൂഷ അനുഗ്രഹമാകുന്നത് എന്ന് മനസ്സിലായി. ഒരോളമായി ബഹളം വെച്ച് പോയാൽ അത് അനുഗ്രഹമാകത്തില്ല. ഒത്തിരി പേർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയില്ല. 200 250 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ കുറച്ചാകുമ്പോഴേ തീർന്നു എന്ന് നിങ്ങൾ കേൾക്കാനിടയാകുന്നത്. മനസ്സിലാക്കുമെന്ന് കരുതുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ആർക്ക് വേണമെങ്കിലും വരാം. സാധ്യമായ എല്ലാവരും അറിയിക്കുക. നാളെയും 5:30 തന്നെ പിള്ളേരുടെ പ്രാർത്ഥനയൊക്കെ നടക്കുക. മുടങ്ങാതെ 5:30 തന്നെ നമുക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 കാണുന്നതുവരെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബത്തെയും സൂക്ഷിക്കട്ടെ. ആമേൻ.